ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ്. ഡൗ ജോൺസ് 134 പോയിന്റ് നെഗറ്റീവാണ്. S&P ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നസ്ഡാക്ക് 10 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 22 പോയിന്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് മിക്കവാറും മറ്റ് ന്യൂസുകളൊന്നും എഫക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനോ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനോ ഉള്ള സാധ്യത ഉണ്ട്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ അനാലിസിസിൽ തന്നിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ് ഫിബ് വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത്. ഏകദേശം ഈ ലോയിൽ നിന്ന് 24,480 ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈ വരയ്ക്കും നമ്മൾ ഫിബ് വെച്ച് വരച്ചിട്ടുള്ള 0.5 to 0.618 ഈ ഒരു ലെവല് ഏകദേശം 24,949 തൊട്ട് 25,090-93 വരെ വരുന്ന ലെവലാണ് 0.618 to 0.5. അതായത് മാർക്കറ്റ് എപ്പോഴും റീട്രേസ്മെൻറ്റിന് വരുന്ന സമയത്ത് സപ്പോർട്ട് എടുക്കുന്ന ഫിബനാച്ചി ലെവലാണ് 0.618ഉം 0.5 എന്ന് പറയുന്നത്. മാർക്കറ്റ് വെള്ളിയാഴ്ച കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് ചെറിയൊരു പുൾ ബാക്ക് കിട്ടി ആ ഒരു 0.618ന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ട്രെൻഡിലോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ 50% to 61.8% സപ്പോർട്ട് എടുത്തില്ല. മാർക്കറ്റ് പോകുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് അല്ലേ. ഇവിടെ നിന്ന് തുടങ്ങിയൊരു ഫോളാണ് മാർക്കറ്റ് താഴോട്ടൊരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് പോകുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 0.786 ബ്രേക്ക് ചെയ്യണം, താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. അതായത് 24,754 എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് താഴെ ഡേ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് റിവേഴ്സ് പോകാൻ സാധ്യതയുള്ളൂ. അതുമല്ല മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലോ ഫോർമേഷനിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നിന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത് ഈ ഒരു ലോയ്ക്ക് താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഫിബ് വെച്ചിട്ട് കൃത്യമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് പുൾ ബാക്ക് കിട്ടും, അല്ലെങ്കിൽ 24,800 നിന്ന് മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ഈ ലോങ് ടൈം വീവൊക്കെ എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് വെറുതെ ജോത്സ്യന്മാരെ പോലെ എടുത്ത് കറക്കി കുത്തി പറയുന്ന ഒരു സാധനമല്ല സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഇന്ന് പറയുന്ന ലെവലായിരിക്കില്ല ചിലപ്പോൾ നാളെ പറയുന്നത്. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിന് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുത്തൻ വന്ന് ട്രോളൊന്നുണ്ടായിരുന്നു. ഞാൻ 26,000 എത്തുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഏകദേശം 24,800 നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ജൂൺ മിഡിലാണെന്ന് തോന്നുന്നു, ജൂൺ പകുതിയോടുകൂടി ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് 26,000 ജൂൺ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ 26,000 മാർക്കറ്റ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴാണ് പറഞ്ഞത്? മാർക്കറ്റ് 24,800 നിന്ന സമയത്താണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഏകദേശം 1000 പോയിന്റ് കയറി ഇവിടെ എത്തി. 25,600, 700 ലെവൽ വരയ്ക്കും മാർക്കറ്റ് എത്തി. 1000 പോയിന്റോളം കയറി. ഈ ഒരു ലെവലെത്തിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 26,000 എത്തില്ല എന്ന്. കാരണം മാർക്കറ്റിൽ അവിടെ ഒരു പ്രോ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ആ ഒരു പ്രോ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല. അടുത്തൊരു റീട്രേസ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ് ഇല്ലേ. ഇവിടെ നിന്ന് ഞാൻ 26,000 പറഞ്ഞു, പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ സമയത്തുള്ള മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ആ സമയത്തുള്ള പ്രൈസ് ആക്ഷനും അനുസരിച്ച് 26,000 എത്തില്ല എന്ന് പറഞ്ഞു. 26,000 എത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 26,000 എത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് ട്രോളുന്നത്? ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം വ്യൂ എന്ന്, അതായത് ട്രെൻഡ് അനുസരിച്ച് അടുത്തൊരു ലോവർ ഇതിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, ലോവർ ലോയിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകുമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ട് അടുത്തൊരു പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യാം.
അപ്പോഴും ലെവൽ പറയുന്നുണ്ട് 24,700 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ലെവൽസ് നോക്കിയിട്ട് ഇൻട്രാഡേ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നിങ്ങളാരും എൻ്റെ വ്യൂ അനുസരിച്ച് പാലാഴി 26,000 പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത മാസത്തെ ഫ്യൂച്ചർ ആരും ചെയ്യത്തില്ല. അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട്, കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വാക്കുകളെ വളച്ച് ഒടിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇൻട്രാഡേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ലെവൽസുകൾ മാത്രം നോക്കുക. സ്റ്റോക്കുകൾ ചെയ്യുന്നവർ മാത്രം നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂ നോക്കിയിട്ട് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഫിബ് അവിടെ കിടന്നോട്ടെ. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് തിങ്കളാഴ്ചത്തെ ലെവൽസ് നോക്കാം. ഞാൻ ഈ ഫിബ് ഒന്ന് ഹൈഡ് ചെയ്തിടുകയാണ്. ഓക്കെ, തിങ്കളാഴ്ച താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24,940 ഫിബിൻ്റെ ലെവൽ 40, 48. ഓക്കെ, ഇതിന് താഴോട്ട് 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വരണം. ഇതിൻ്റെ താഴോട്ട് 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റ്സ് കൃത്യമായിട്ട് താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. 24,860 ടാർഗറ്റ് വയ്ക്കാം. 24,860 താഴോട്ട് വീണ്ടും 15 മിനിറ്റ്സ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മാർക്കറ്റ് ഇവിടെ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവേഴ്സ് കിട്ടും. 24,800, 850 ലെവൽസിൽ എവിടെ വേണമെങ്കിലും നമുക്കൊരു ബ്രേക്കൗട്ട് പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് റിവേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഫിബ് അനുസരിച്ചും പ്രൈസ് ആക്ഷൻ അനുസരിച്ചും നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ബൈയിങ് ഏരിയ ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത 75% അപ്പം കൃത്യമായിട്ട് പി സൈഡിലോട്ട് എൻട്രി എടുക്കുന്നവർ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. താഴോട്ട് മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,800 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് താഴോട്ട് എനിക്കൊരു പ്രതീക്ഷയില്ല മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മിക്കവാറും മാർക്കറ്റ് ഇതിനിടയ്ക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മുകളിലോട്ടുള്ള ലെവൽസ് നോക്കാം. 25,030 25,030 മുകളിലോട്ട് 15 മിനിറ്റ്സിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ $25,125 ടാർഗറ്റ് വയ്ക്കാം. പിന്നെ മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 25,175 ആണ്. 25,175. ഓക്കെ, അപ്പം ഇത്രയാണ് മുകളിലോട്ടും താഴോട്ടുള്ള ലെവൽസ്. കൃത്യമായിട്ട് 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഡേറ്റകളെല്ലാം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് മൊമെൻ്റാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചർ നെഗറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചറും DISൻ്റെ ഭാഗത്തു നിന്ന് നെഗറ്റീവാണ്. ബാക്കി ഓൾമോസ്റ്റ് സ്റ്റോക്കുകളെല്ലാം ബൈയിങ് ആയിരുന്നു. FIS 375 കോടിക്ക് ബൈ ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്. അതുപോലെ തന്നെ DIS 2,100 കോടിക്ക് DIS ബൈ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുകയാണ്. FIS ഏകദേശം 2 ലക്ഷം ക്വാണ്ടിറ്റി അടുപ്പിച്ച് പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറും സ്ട്രോങ് സെല്ല് ചെയ്തിട്ടുണ്ട്. രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാർക്കറ്റ്
ഒരു ബെയറിഷാണ് ഫേസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. പുട്ട് ഓപ്ഷൻ സ്ട്രോങ് ബൈയിങ് ആണ്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോയും സ്ട്രോങ് ബൈയിങ് ആണ്. 2.26 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചേഴ്സ് പ്രോ ബൈ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 18,132 ക്വാണ്ടിറ്റി ഫ്യൂച്ചേഴ്സ് നിഫ്റ്റിയിൽ ബൈ ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റും സ്ട്രോങ് ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സ് 93,990 ക്വാണ്ടിറ്റി ഫ്യൂച്ചേഴ്സ് ബൈയിങ് ആണ്. സ്ട്രോങ് സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷൻ ക്ലയൻറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 4.4 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ. മാർക്കറ്റ് രണ്ട് സൈഡിലോട്ടും ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടിയേക്കും. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ലോയൻ കർവിലാണ്. ഏകദേശം അവിടെ ഡേ ക്യാൻഡലിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. അതുപോലെ തന്നെ മുകളിൽ ഏകദേശം 25,735 തൊട്ട് 25,800-900 വരയ്ക്കാണ് മുകളിൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പം ഈ ഒരു ഏരിയ പ്രൈസ് ആക്ഷൻ അനുസരിച്ചെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഒരിക്കലും ബൈയിങ്ങിന് പറ്റിയതല്ല. അപ്പോഴും പറയും മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ടല്ലോ, ഇൻട്രാഡേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പോയിന്റുകൾ വെച്ചിട്ട് ചെറിയ റിസ്കിൽ താഴോട്ട് എൻട്രികൾ നോക്കാം. പക്ഷേ മൊമെൻറ്റം അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ബൈയിങ്ങിലാണ്. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ബൈയിങ്ങിലോട്ട് മാർക്കറ്റ് മുകളിലോട്ട് ബയ്യേഴ്സ് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം ശ്രദ്ധിക്കുക. ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 24,730 വരയ്ക്കും ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ ചെറിയൊരു വൈഡ് CPR ആണ്. ഏകദേശം 40 പോയിൻറ്റിൻ്റെ CPR ആണ് ഇൻട്രാഡേയിലുള്ളത്. മുകളിലോട്ട് CPRൻ്റെ ലെവല് 25,015, 25,032. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPRൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ 24,857, 24,876 മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,857 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി എടുക്കാം. CPR വരയ്ക്കും മാർക്കറ്റ് കയറി വരും. 25,115, 25,032 ആയിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. മുകളിലോട്ട് ഈ ലെവല് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലെന്ന് പറയുന്നത് 25,102 മുതൽ 25,121 അടുത്ത ടാർഗറ്റ് വരുന്നത്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ അടുത്ത ടാർഗറ്റ് 25,102, 25,121 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് 25,219, 25,237. താഴോട്ട് ഈ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,880, 57, 24,876 ബ്രേക്കൗട്ട് കിട്ടിയാൽ 24,796, 24,778 ഏറ്റവും താഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇതിന് താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയാൽ പോലും ഇവിടെ നിന്ന് ചിലപ്പം സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയേക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്